ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജാങ്കോ ട്യൂട്ടോറിയൽ ആണ്. ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ഫിൽറ്റേഴ്സ് ആണ്. അതായത് നമുക്ക് എന്തൊക്കെ ഫിൽറ്റേഴ്സ് നമുക്ക് ടെംപ്ലേറ്റിൽ യൂസ് ചെയ്യാമെന്നാണ്. സോ കഴിഞ്ഞ വീഡിയോയിലെ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ആണ്. അതിന്റെ കണ്ടിന്യൂഷനിലാണ് ഞാൻ പോകുന്നത്. അടുത്ത നമുക്ക് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് ബേസ് HTML ഇതാണ് എന്റെ മെയിൻ HTML ഫയല്. ഇതിനകത്ത് ഇൻഡെക്സ് HTML എടുക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ ഡിക്ഷണറി കണ്ടന്റ് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ വ്യൂസിനകത്തോട്ട് പോയാൽ ഡിക്ഷണറി കണ്ടന്റിനകത്ത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിനകത്ത് രണ്ട് കീ ആണ്, ടെക്സ്റ്റ് ഉണ്ട്, നമ്പർ ഉണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതില് ഈ ഡിക്ഷണറി കണ്ടന്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇൻഡെക്സിന്റെ HTML ഫയൽ എന്ന് പറയുന്നത്, ഹലോ വേൾഡ് 100. ഇത് ഡിക്ഷണറിയുടെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് എങ്ങനെ ഫിൽട്ടർ യൂസ് ചെയ്യാമെന്നാണ്. സോ ഇതൊരു ഡിക്ഷണറിയാണ്. നമുക്ക് ഫിൽട്ടർ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആദ്യം ഒരു പൈപ്പ് യൂസ് ചെയ്യും. ഒരു പൈപ്പിന്റെ ഒരു സിന്റാക്സ് ആണ് ഇത്. പൈപ്പ് ഡിനോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ടെംപ്ലേറ്റ് ഫിൽട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ അപ്പർ, അതായത് നമ്മുടെ ഈ സ്ട്രിങ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ വാല്യൂയുടെ അപ്പർ കേസിലോട്ട് മാറ്റും. നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഉണ്ടോ, ഇവിടെ നമുക്ക് ഹലോ വേൾഡ് അത് ക്യാപ്സ് ആയിട്ട് അപ്പർ കേസിലോട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് നമ്പറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇപ്പൊ ഇവിടെ നമ്പർ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് സം ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഇൻബിൽഡ് ഫിൽട്ടർ ആണ്. അതിന്റെ കോഡ്സിനകത്ത് ഞാനൊരു 99 എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ 199 എന്ന് പറഞ്ഞാണ് വാല്യൂ. അതായത് എന്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 100 എന്നും ഇതിൽ ഞാൻ ആഡ് എന്ന് പറഞ്ഞൊരു ഇൻബിൽഡ് ഫിൽട്ടറിനകത്ത് ഞാൻ 99 കൊടുത്തു. അപ്പൊ 99 പ്ലസ് 100 നമ്മൾ 199 കിട്ടും. ഈ അപ്പർ ആഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻബിൽഡ് ഫിൽട്ടേഴ്സ് ആണ്. അതായത് ജാങ്കോനകത്തുള്ള ഇൻബിൽഡ് ഫിൽട്ടേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ജാങ്കോന്റെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് കയറിയിട്ട് ഫിൽട്ടേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഇൻബിൽഡ് ഫിൽട്ടേഴ്സ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു കസ്റ്റം ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഇൻബിൽഡ് അല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു കസ്റ്റം ആയിട്ടുള്ള ഒരു ഫിൽട്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞാല് ഈ ഫസ്റ്റ് ആപ്പ് സൊല്യൂഷനകത്ത്, അതായത് ഫസ്റ്റ് ആപ്പ് ഫോൾഡറിനകത്ത് ആദ്യം നിങ്ങൾ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. പേര് ഏത് വേണമെങ്കിലും ആവാം, അത് മാൻഡറ്ററി അല്ല. ഞാൻ ഇവിടെ ടെംപ്ലേറ്റ് ടാഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെംപ്ലേറ്റ് ടാഗ്സിനകത്ത് നമ്മൾ ആദ്യം ഈ ഡണ്ടർ ഇനിറ്റ് ഡണ്ടർ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു empty ഫയൽ ആയിരിക്കും. നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു മൊഡ്യൂൾ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഈ ഡണ്ടർ ഇനിറ്റ് ഡണ്ടർ നമ്മൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മൈ എക്സ്ട്രാസ്, അതായത് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത, നിങ്ങൾ പേര് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇതിനകത്ത് പോയി നോക്കിയാല് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ജാങ്കോ എന്ന് പറയുന്ന ലൈബ്രറിക്കകത്ത് ഞാൻ ടെംപ്ലേറ്റിനെ ഇമ്പോർട്ട് ചെയ്തു. ഈ ടെംപ്ലേറ്റിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു വേരിയബിളിനകത്തോട്ട് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നെയിമാണ്. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു ലൈൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് കട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നെയിമാണ്. അതിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണ്, വാല്യൂ ഉണ്ട്, ആർക്സ് ഉണ്ട്. വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ടെംപ്ലേറ്റിന്റെ സ്ട്രിംഗ് വാല്യൂ. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ആർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ വാല്യൂ കൊടുക്കാൻ പോകുന്നത് അതിനെ ഈ നമ്മുടെ ടെംപ്ലേറ്റിന്റെ ടെക്സ്റ്റ് വാല്യൂവിനെ മോഡിഫൈ ചെയ്യും. ഇവിടെ കട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വാല്യൂ എന്ന് പറഞ്ഞ ഒരു സ്ട്രിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വാല്യൂ, നമ്മൾ എന്ത് ആർസിൽ നമ്മൾ എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത് അതിനെ ആ വാല്യൂവിനകത്ത് എംപ്റ്റി ആയിട്ട്
തിരിച്ച് നമുക്ക് തരും. ഓക്കെ, കട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ഈ കട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമുക്ക് രജിസ്റ്റർ ഫിൽട്ടറിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നെയിം ഈക്വൽ ടു കട്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നേരെ ടെംപ്ലേറ്റിലേക്ക് പോവാം. സോ ടെംപ്ലേറ്റിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിന് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. ഇപ്പൊ ഹലോ വേൾഡ് ആണ് ഇരിക്കുന്നത്. സോ നമുക്ക് ഞാനിപ്പോ ഹലോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സ്ട്രിങ്ങിനകത്ത് ഹലോ എന്ന് പറഞ്ഞ് ഫൈൻഡ് ചെയ്തിട്ട് അതിനെ എം ടി ആക്കി വിടും. ഓക്കെ, ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ, സോ ഹലോ ഇത് കട്ടായിട്ടുണ്ട്. വേൾഡ് ഇവിടെ. സോ ഹലോനെ പിടിച്ച് നമ്മൾ എം ടി ആക്കി വിട്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വേൾഡിനെ ആക്കാം. നോക്കുമ്പോ ഹലോ ഹലോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്, പക്ഷെ വേൾഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത വാല്യൂ അതിനെ പിടിച്ച് എം ടി ആക്കി. സോ ഇതാണ് കസ്റ്റം ഫിൽട്ടർ എന്ന് പറഞ്ഞത്. സോ ടെംപ്ലേറ്റ് ഫിൽട്ടേഴ്സ് ആൻഡ് കസ്റ്റം ഫിൽട്ടേഴ്സ്, ഇത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ്സിനകത്ത് ഇടാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.